ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബസ് മേടിച്ച് ബസ്സിലാണ് കേട്ടോ. ബസ് മേടിച്ച് ബോഡിയൊക്കെ ശരിയാക്കി നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ താജ്മഹൽ ബസ് വരില്ലേ, അവർക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും Z1 ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ അനിയത്തിനെ കൊണ്ടാക്കാൻ വന്നതാണ് ബസ് സ്റ്റാൻഡിൽ. നമുക്ക് കോളേജിൽ പോകണം. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർ കൂട്ടനെയാണ്. നോക്കൂ ഗൈസ്. അയ്യോ സോറി, ഇനി ഇപ്പം അങ്ങോട്ട് തിരിക്കാം ഗൈസ്. ക്യാമറ ഇപ്പം അങ്ങോട്ട് തിരിക്കാം. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ നമ്മളിനി നേരെ പോകുന്നത് ബോഡി ഷോപ്പിലോട്ടാണ്. കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ കൂട്ടനെ ഇവിടെ നോക്കൊണ്ട് കണ്ടില്ലേ. ഓ മാൻ, ഇവൻ്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ സ്പീഡാണ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് ഇതിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഗൈസ്, നമുക്ക് നേരെ സ്ഥലം വിടാം. ഓക്കെ, വണ്ടി പോട്ടെ. അയ്യോ ഹാൻഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു. റിവേഴ്സ്. അയ്യോ സൂടി പറഞ്ഞു ഗൈസ്. വണ്ടി പവറാണ്. സൂപ്പർ കുട്ടനല്ലേ, പവറാവാണ്ടിരിക്കുമല്ലേ. അപ്പം നമ്പർ പ്ലേറ്റിലാണ് അതാ പോകുന്നു. നേരെ സ്കിൽ ഇഷ്യൂ. ഓക്കെ ഗായ്സ്, നമ്മളിതാ പോകുന്നു. നമ്മുടെ ബോഡി വർക്ക്ഷോപ്പൊക്കെ ഇവിടെ തൊട്ടടുത്താണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ. അമ്മച്ചി നേരെ കൂടെ കയറിപ്പോണേ. അത് വീണ്ടും മറ്റൊരു സ്കിൽ ഇഷ്യൂ. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അവർ എന്ന് വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഒന്ന് നോക്കട്ടെ, കോള് വരുന്നുണ്ട്. നിൽക്ക്, ഞാൻ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, കോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി എവിടെയും കാണുന്നില്ല ഗൈസ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. എവിടെ വണ്ടിയൊന്നും കാണുന്നില്ല ഗൈസ്. പിന്നെ ഇന്നലെയാണ് നമ്മൾ അറിഞ്ഞത് വണ്ടി വരാൻ ഒരു ദിവസം താമസമാണ്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. നമ്മൾ വണ്ടി എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ സൂപ്പർകോട്ടനെ വീട്ടിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബസ്സിന് കയറിയാണ് വന്നത്. അല്ലെങ്കിൽ സൂപ്പർകോട്ടനെ ഇവിടെ നടത്തുകൊണ്ട് പോകാൻ പറ്റിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർകോട്ടനെ വീട്ടിൽ വെച്ചിട്ട് ബസ്സിലാണ് വന്നത്. ഇത് നമ്മുടെ പുറകെയുള്ളതാണ് വർക്ക്ഷോപ്പ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ തൊട്ടടുത്ത് ഞാൻ ഒരു ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടാകും വണ്ടി. ഇന്നും വന്നില്ലെങ്കിൽ ഞാൻ ഈ വർക്ക്ഷോപ്പ് കയറി തല്ലും. അതല്ല ഗൈസ്, വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ വണ്ടി തന്നെയാണോ? വണ്ടി ഫ്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഹാൻഡാണ് വണ്ടി. എന്തായാലും നോക്കാം. സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ചാൽ ബോഡി ബിൽഡ് ചെയ്തില്ല. അപ്പോഴത്തേക്കും ഓണറിന് കഷ്ടപ്പെടുക്കേണ്ടി കൊടുത്തു. ഫ്യൂഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വണ്ടി തന്നെയാണ്. കൊള്ളല്ലേ, അശോക് ലേലൻ്റെ വൈക്കിംഗ് ഷാസിയാണ്. ഓക്കെ, ഭയങ്കര ലാഗാണല്ലോ ഇത് ഗൈസ്. എന്ത് ചെയ്യാൻ, 6 GB റാമായി പോയിന്നേ. കയറി. ഓക്കെ, പോട്ടെ വണ്ടി പോട്ടെ. സോറി, ബസ്സല്ല. ബസ്സാണ്. ബോഡി വർക്ക് ചെയ്തില്ല, പ്രൈവറ്റ് ബസ്സല്ല. അതാ വണ്ടി എന്നെ പോകത്ത്. ഓക്കെ, പോട്ടെ. ഓക്കെ, നമ്മൾ നേരെ ബോഡി ഷോപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ എവിടെയോ അടുത്താണെന്നാണ് പറഞ്ഞു കേട്ടത്. കുറച്ച് ദൂരം പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ GPS ഒന്നും ഓണാക്കിയിട്ടില്ല. അതേ ഉള്ളൂ ചെറിയ ഒരു പ്രശ്നം. GPS ഒന്നും ഇല്ല. മോളിയുള്ളത് നോക്കണ്ട. അത് ഈ നാടിൻ്റെ തന്നെ മൊത്തത്തിലുള്ള മാപ്പാണ് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം. പിന്നെ വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല ഈ ഗെയിമിൻ്റെ. അതുകൊണ്ട് തന്നെ സ്കിൽ ഇഷ്യൂ ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിച്ച് കൊള്ളുന്നു. നേരെ വണ്ടി എടുത്ത് പോകുന്നത് നമ്മുടെ ബോഡി ഷോപ്പിലോട്ടാണ്. ഗൈസ്, നമുക്ക് നേരെ വണ്ടി എടുത്ത് ഇവിടെ പാലം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് മാത്രം അറിയത്തില്ല. ഹോസ്പിറ്റലിൻ്റെ അടുത്താണെന്നും പറഞ്ഞു. ഇവിടെ ഒരു ഹോസ്പിറ്റൽ കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ ഹോസ്പിറ്റൽ കാണുന്നുണ്ട്. ഹോസ്പിറ്റലില്ല, ഒരു ഹോസ്പിറ്റൽ എന്നും പറയാം. ഹോസ്പിറ്റൽ കാണുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലാണോ? അല്ല, സോറി, ഹോസ്പിറ്റലില്ല, വേറെന്തോ ഒരു സ്ഥലമാണ്. ഹോസ്പിറ്റൽ തന്നെയാണെന്ന് തോന്നുന്നു.
ഹോസ്പിറ്റലിന് ബാക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയാൽ വണ്ടി ഇവിടെ കാണുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നോക്കാം. അല്ല സോറി ഗൈസ്, നമ്മൾ ശരിക്കും വണ്ടി കൊണ്ട് ഇടേണ്ടതായിരുന്നു ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ. എല്ലാ ഇൻഫർമേഷനും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് മറ്റേ ബോഡി വർക്ക്ഷോപ്പാണ്. എനിക്ക് പറഞ്ഞ മമ്മി മാറിപ്പോയതാണ് കേട്ടോ ഗൈസ്. അപ്പം വണ്ടി കുറച്ച് പാർക്ക് ചെയ്താൽ കുറച്ച് പണിയാണല്ലോ. വണ്ടിയുടെ നീളം കുറയ്ക്കാൻ പറയാം ഗൈസ്. നമ്മളങ്ങനെ 1 മാസം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടി കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവറി ചെയ്താൽ സമ്മതിച്ച് തന്നെ കൊടുക്കണം. ഒരു കിടിലം വണ്ടിയാണ്, നല്ല കിടിലം ലിവറി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ സാധനം എന്നറിയോ ഗൈസ്. നോക്കൂ, നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ താജ്മഹലുകാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അതുകൊണ്ട് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോയി അവർ കിടക്കുന്ന ഒരു സ്ഥലം പറയാം. അവർ ഇടാൻ പറഞ്ഞൊരു ഹോസ്പിറ്റലിന് മുന്നിലാണ്. അവിടെ പോയിക്കൊണ്ട് വണ്ടി ഇടാം ഗൈസ്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഒരു പോക്ക് പോവാം. പിന്നെ ഗൈസ് പോകുന്ന വഴിക്ക് ഒരു കോള് വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ആ കോളിന് സൗണ്ട് ഈ റെക്കോർഡിങ്ങിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ പിന്നെ ഇതിപ്പോൾ സൗണ്ട് ഫുള്ള് കളഞ്ഞിപ്പോൾ സൗണ്ട് 2ാമത് എടുക്കുകയാണ് ഗൈസ്. വഴി കുറച്ച് നേരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പോവാം ഗൈസ്. ഇപ്പോൾ വണ്ടി എടുത്തേ. ഓക്കെ, എനിക്ക് ഇൻറ്റീരിയർ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങളുടെ കമൻ്റ് ഇടാൻ വല്ലോ ഭാഗ്യോ പിടിച്ചോ? അയ്യാ ഇപ്പോൾ കിട്ടി. അപ്പോൾ ഗൈസ് പോവാൻ നമുക്ക് ഇടിച്ചു കേട്ടോ ഇതല്ലേ എനിക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോവാം. ഏതൊരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിർത്തണമെന്നാണ് പറഞ്ഞത്. പാലം കഴിഞ്ഞ് പോകണമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ പാലം. ഇതാണ് നമ്മുടെ പാലം എന്ന് പറയുന്നത്. പാലം കഴിഞ്ഞ് പോകണമെന്നാണ് പറയുന്നത്. പാലം കഴിഞ്ഞ് പാടുന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം. ഹോസ്പിറ്റലിന് മുന്നിലാണ്. ഇതാണെന്ന് തോന്നുന്നു സ്ഥലം. ഒരു ഹോസ്പിറ്റലാണ്, നമുക്ക് നോക്കാം. അവിടെ പോയി കാറും ഒരു ആംബുലൻസ് കിടക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് തന്നെയാണ്. പിന്നെ ബ്ലാക്ക് കളർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതിലുണ്ട്. അപ്പോൾ ഇത് തന്നെ സ്ഥലം, ഇത് തന്നെ. നമ്മുടെ അടുത്ത് GPS ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ സ്ഥലം. അപ്പം ഗൈസ് ലൈനിൻ്റെ ഒക്കെ പുറത്താണല്ലോ സ്കിൽ ഇഷ്യൂ. അപ്പം നമുക്ക് നേരെ ലൈനിലോട്ട് കൊണ്ടുവരാം. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ